ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ 4 തരം സ്ലീവ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെ 4 മോഡൽ ചെയ്യാമെന്നുള്ളത്. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും അതുപോലെ അര ഇഞ്ചിൻ്റെ 1/4 ഇഞ്ചിൻ്റെ അങ്ങനെ 3 തരം എലാസ്റ്റിക് വെച്ചിട്ടാണ് 4 തരം സ്ലീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ തുണി ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജെൻറ്റിൽമാൻ ക്ലോത്ത്, പിന്നെ സാറ്റിൻ്റെ, പിന്നെ ജെൻറ്റിൽമാൻ്റെ വേറൊരു കളർ, പിന്നെ ഒരു കോട്ടൺ. അങ്ങനെ 4 തരം തുണിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം തന്നെ നോക്കിയേ, ആദ്യം ഒരു നല്ല വശം, ഈ തുണിയുടെ നല്ല വശം അടയാളം വെച്ചതിന് ശേഷം അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് റൗണ്ടില്ലേ, നമ്മുടെ കൈൻ്റെ എത്രയാണ് വേണ്ട ആ ഒരു അളവെടുക്കുക. 1 ഫിംഗർ ലൂസിലാണ് എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണേ. എത്ര വെച്ചിട്ടാണ് നിങ്ങൾ അടിക്കുന്ന ആ ഒരു തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കി, ഫ്രണ്ട് നല്ല വശത്തേക്ക് നമ്മുടെ ഈ എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അപ്പോൾ മേലിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ സൂചി കുത്തി വെക്കുന്നത് കേട്ടോ. നമുക്ക് മിഷീൻ്റെ സൂചി അവിടെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ വലിച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ അപ്പുറത്ത് തട്ടിയില്ലേ, അവിടെ വരെ വലിച്ച് വേണം അര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, ആ ഒരു അളവിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് പറയുന്നത് നല്ല വശത്ത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നിങ്ങളോട് മാറിപ്പോകുന്നുണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നോക്കിയേ, എന്നിട്ട് മറിച്ചിതാ മോശവശത്തേക്ക് ഇതിങ്ങനെ മറിച്ച് കൊടുക്കുക. എന്നിട്ടിതാ ഒരു മടക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു മടക്ക് എലാസ്റ്റിക് കവർ ചെയ്യുന്ന രീതിയിൽ 2 മടക്ക് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ പിടിച്ചിട്ട് 2 മടക്ക് കൊടുത്തതിനാൽ നല്ല നീറ്റായിട്ട് തന്നെ എലാസ്റ്റിക് വെക്കാൻ പറ്റും. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തറ്റ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ തറ്റ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന നേരം സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതുപോലെ അതേ കളർ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ആദ്യം തന്നെ 2 ഇഞ്ച് മടക്കി അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ള എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. ആ രീതിയിൽ പക്ഷേ അതിനേക്കാൾ പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാകാൻ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എലാസ്റ്റിക് നല്ല എന്താ പറയുക വൃത്തിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 രീതിയിൽ ചെയ്ത് നോക്കുക. എനിക്ക് ഈ ഒരു ഇതാണ് ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് സ്ലീവിൻ്റെ സൈഡും കൂടി അടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്ലീവ് റെഡിയായി. അങ്ങനെ ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എലാസ്റ്റിക് തന്നെ പല രീതിയിലും വെക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 4 മോഡൽ സ്ലീവ് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഫസ്റ്റത്തെ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിൽ കാണുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതിപ്പോൾ സാറ്റിൻ്റെയിലാണ് കേട്ടോ ചെയ്യുന്നത്. മോശവശം ഇങ്ങനെ വെച്ചതിന് ശേഷം 2 ഇഞ്ച് ഞാൻ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തേരുവശമായതുകൊണ്ടാണ് 2 ഇഞ്ച്. അല്ലെങ്കിൽ നിങ്ങൾ തേരുവശം അല്ലാതെ കട്ട് ചെയ്ത പീസാണെങ്കിൽ ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യം അര ഇഞ്ച് മടക്കി തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇത് നോക്കിയേ, മോശവശത്ത് 2 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം തറ്റ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ അര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് നിങ്ങൾ മടക്കണേ. ഇതിപ്പോൾ അര ഇഞ്ച്, ഇതിപ്പോൾ 2 ഇഞ്ച്, 2 ഇഞ്ചിൽ അര ഇഞ്ച് എലാസ്റ്റിക്കിൻ്റെ ഇതിലേ പോവും. എന്നിട്ട് പിന്നെ 1.5 ഇഞ്ചാണ് പുറമേ കാണുന്ന വശം വരിക കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറയുന്നേരം പെട്ടെന്ന് ഞാൻ ഏത് രീതിയാണ് പറയുന്നത്, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് നോക്കിയേ, ഒരു അര ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് വെക്കണ്ടേ, അത് എലാസ്റ്റിക് ഇത് ഈ ഒരു വശത്ത് നിന്ന് വെക്കുന്നത്. നമ്മൾ തറ്റ വെച്ചിട്ടല്ല വെക്കുന്നത്. ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് എലാസ്റ്റിക് വെക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലും കൂട്ടിയിട്ട് ഇപ്പോൾ 2.5 ഇഞ്ചോളം മടക്കിയതിന് ശേഷം 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താ അറിയാൻ കൈൻ്റെ തറ്റയിൽ കൂടുതൽ ഇപ്പോൾ എലാസ്റ്റിക് കുറച്ച് ഇങ്ങോട്ടാണ് വേണ്ടതെങ്കിൽ ആ ഒരു അളവിലെടുക്കാം. നമുക്ക് എത്രയാണോ അളവ് വേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് നോക്കിയതാ സ്കെയിൽ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ നെക്കിൻ്റെ വീഡിയോ നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ആ റേഞ്ച് ഞാൻ ഇങ്ങനെ എന്താ പറയുക സ്ട്രൈറ്റ് ആയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ റേഞ്ചിൽ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു സാറ്റിൻ്റെ തുണിയിൽ അത് ഫുള്ളായിട്ട് ചുളുങ്ങിയിട്ട് നിൽക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയേ, എന്നാൽ സെറ്റാവും. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും അയൺ ചെയ്താലും കുറച്ചൊന്ന് ചുളിവ് ഇതെല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ. എത്ര വലിച്ചാലും എന്തായാലും നമ്മളിപ്പോൾ എലാസ്റ്റിക് ഇട്ടാലും ചുളിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുക. എലാസ്റ്റിക് നോക്കിയേ, കൈയിൻ്റെ അളവിൽ സ്ലീവ് റൗണ്ടില്ലേ അത് 1 ഫിംഗർ ലൂസിൽ തന്നെയാണ് എടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട വശം അത് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ 1 ഫിംഗർ ലൂസിൽ കറക്റ്റായിട്ട് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈറ്റായി പോവും. അതുകൊണ്ടാണ്. എന്നിട്ട് നോക്കിയേ, പിന്നു കുത്തുക. പിന്നെ ഈ എലാസ്റ്റിക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പിന്നുകുത്തി ബാക്കിൽ ഒരു മുട്ട സൂചിയില്ല അതിങ്ങനെ ഹാഫിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോൾ പിന്നു കുത്തിയിട്ട് ഇപ്പോൾ
തുണി വലുതും എലാസ്റ്റിക് ചെറുതുമല്ല ഉണ്ടായി അങ്ങോട്ടേക്ക് വലിക്കുന്നത് ചിലപ്പോൾ ഉള്ളിലേക്കായി പോവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മുട്ട് സൂചി അടിയിൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ വലിക്കുന്നേരം അവിടെ ബ്ലോക്കായിട്ട് നിൽക്കും, അങ്ങനെ ഉള്ളിലേക്ക് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നോക്കിയേ, ആ ഒരു അരയിഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് എലാസ്റ്റിക് അങ്ങ് കടത്തി വിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ ആ തെറ്റ പിന്നൂരിയിട്ട് ആ തെറ്റക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ 2 സൈഡിലും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ വീഡിയോസ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. അപ്പോൾ ആ ഒരു രീതി ഞാനിപ്പോൾ എന്തെങ്കിലും ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിലെന്താ പ്രോബ്ലം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലേ എൻ്റെ അടുത്തുള്ള തെറ്റുകൾ എനിക്ക് മനസ്സിലാവാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അയക്കണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ്, നിങ്ങൾക്ക് ഏത് സ്ലീവാണ് ഇഷ്ടപ്പെട്ടത് എല്ലാ കമൻസിലെല്ലാം ഒന്ന് അയക്കണേ. നമുക്ക് വായിക്കുന്നേരം അതുപോലെ നല്ല നല്ല കമൻസെല്ലാം വരുന്നത് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നിട്ട് നോക്കിയതാ ഒരു സൈഡ് അടിച്ച് മറ്റേ സൈഡ് അത് തന്നെ നമ്മൾ മുട്ട് സൂചിയില്ല അത് കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല 1/2 ഇഞ്ച് എലാസ്റ്റിക് വെച്ചിട്ട് ബാക്കി പുറത്ത് വരുന്ന മഷിയില്ലേ, അപ്പോൾ അതിപ്പോൾ 1.5 ഇഞ്ചോളാണ് കേട്ടോ ഇവിടെ പുറത്തിങ്ങനെ വരുന്ന ഈ ഒരു വശം വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മോഡൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ. എന്നിട്ട് നോക്കി എലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ എല്ലായിടത്തും ഒരു ഈവണായിട്ട് നല്ല ഭംഗിയിൽ എല്ലായിടത്തും ഒരേ ലെവലിൽ ഇരിക്കുക. എന്നിട്ട് നമുക്ക് സൈഡ് മടക്കിയിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സ്ലീവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോസാണ് ഇപ്പോൾ ഇടല. ആദ്യത്തെ 3 വീഡിയോ ഇടാറുണ്ടായിരുന്നു, ഇപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ 2 വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ടിപ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടും, അതുപോലെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ടിപ്സാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിച്ച് എന്താ പറയുക ടിപ്സും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റായിട്ട് അയക്കാം. ഇനി ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇത് നോക്കിയേ, ഇതാണ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ഡ്രസ്സിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ അതിൻ്റെ കൈയും നെക്കും എല്ലാമാണ്. അത് എത്രത്തോളം മോഡലാക്കുക അത് നല്ലൊരു മോഡലാവും കേട്ടോ. ഇതിപ്പോൾ അതിനടുത്തത് കോട്ടണിലാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ 1/2 ഇഞ്ചൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. നോക്കിയേ, ചെക്സിൻ്റെ കോട്ടണിലാണ് ചെയ്യുന്നത്. പിന്നെ ആ കോട്ടണിലും കൂടി ഒന്ന് കാണിച്ചു തരുന്നതെന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ എലാസ്റ്റിക് വെക്കുന്ന അങ്ങനത്തെ സ്ലീവ് കൂടുതൽ ഭംഗിയുണ്ട്. ഇപ്പോൾ സാറ്റിൻ്റെ അതുപോലെ ഇങ്ങനെ ഒരു നമ്മുടെ ഈ കോട്ടണിലെന്ന് വെച്ചാൽ കുറച്ച് തടിയുള്ള തുണിനേക്കാളും നേരിയ തുണിയിൽ ചെയ്യുന്നതിനാണ് കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ ലേസ് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഈ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ലേസ് വെച്ച് കൊടുക്കണേ നിങ്ങൾ. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എലാസ്റ്റിക് വെക്കാണ്ട് ഇങ്ങനെ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഇതില്ലേ എന്താ പറയുക ടോപ്പിനെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുക കൈ കാണാൻ. ഇപ്പോൾ നോക്കിയത് ഇതന്നെ നല്ല ഭംഗിയില്ലേ കാണുക. അപ്പോൾ ഇത് എലാസ്റ്റിക്കിൻ്റെ മോഡൽ കാണിക്കുന്നതുകൊണ്ട് എലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇനി നോക്കിയേ, എന്നിട്ട് അവിടുന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ച് വേണേൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം, 3 ഇഞ്ച് വേണേൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈനും കൂടിയും കൊടുക്കുക. എന്നിട്ടിവിടെ ഞാൻ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇല്ലേ അതാണേ വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് അവിടെ വെക്കാം. അതിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് നോക്കിയാൽ 1 ഫിംഗർ ലൂസിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ എലാസ്റ്റിക്കെല്ലാം അധികം ടൈറ്റിലാകുന്ന നേരം നമ്മൾ ഒരു കൈക്കൊരു തരിപ്പ് പോലെ ഉണ്ട്. എനിക്കങ്ങനെയാണ് തോന്നൽ. കുറച്ചൊരു ടൈറ്റിലെല്ലാം ഇടുന്ന നേരം ഏതൊരു സ്ലീവും കുറച്ചൊരു ടൈറ്റ് ആകുന്ന നേരം കൈക്കെല്ലാം ഒരു തരിപ്പ് പോലെ ഉണ്ടാവും. കുറച്ചൊരു ലൂസിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത് നല്ല ഭംഗിയും കിട്ടും. കറക്റ്റ് അളവിൽ തന്നെയാകുന്ന നേരം നല്ല ഭംഗി. ഇത് നോക്കിയാൽ ആ തെറ്റക്ക് സൂചി കുത്തിയതിന് ശേഷം മറ്റേ തെറ്റക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിലൂടെ തന്നെ കറക്റ്റ് പിടിച്ചു കൊടുത്തിട്ട് എന്താ വെച്ചാൽ കുറച്ച് എലാസ്റ്റിക് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിന് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് വശം ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടും ഇങ്ങനെ വലിച്ചിട്ടൊന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്താ വെച്ചാൽ മറ്റുള്ള നമ്മൾ ക്ലോത്തെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നേരം വലിക്കാതെ സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ എലാസ്റ്റിക് വെക്കുന്നേരം നമ്മൾ വലിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലും കറക്റ്റ് കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ മറ്റുള്ളതിലെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേരം വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊളഞ്ഞു സ്റ്റിച്ചല്ലോ. അതുകൊണ്ടാണ് മറ്റുള്ള തുണികളുടെ എല്ലാം പറഞ്ഞാൽ എലാസ്റ്റിക് പിന്നെ നമ്മൾ ഒരു കറക്റ്റ് അളവിൽ കിട്ടണം, നമ്മൾ വലിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണ്ടേ. ഇത് നോക്കിയതാ. എന്നിട്ട് ഞാൻ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ നല്ല അടിപൊളിയായിട്ടുള്ള 3ാമത്തെ സ്ലീവും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു സ്ലീവിൻ്റെ ആയിക്കോട്ടെ നെക്കിൻ്റെ ആയിക്കോട്ടെ അവിടെയെല്ലാം ലേസും എലാസ്റ്റിക്കിനും നമുക്ക് ഒരു മോഡൽ ഡ്രസ്സായിട്ട് മാറും കേട്ടോ. നല്ലൊരു മോഡൽ ലുക്കായിരിക്കും. റെഡിമെയ്ഡിൻ്റെ എല്ലാം ആര് കണ്ടാലും ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് വരെ ചോദിക്കും ആൾക്കാർ. ആ ഒരു രീതിയായിരിക്കും. ഇനിയിപ്പോൾ ഞാനൊരു പ്ലെയിൻ അടുത്ത എന്താ പറയുക ലേസ് വെക്കുന്നത് ഞാൻ കാണിച്ചു തരേ. നോക്കിയേ, ഇതിപ്പോൾ ലേസിൻ്റെ മോശവശാണേ.
അപ്പോൾ തുണിൻ്റെ മോശവശമില്ലേ, അത് ലേസിൻ്റെ മോശവശത്തേക്ക് തുണിൻ്റെ മോശവശം അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പുറമേ കാണുന്നത് നല്ല വശമാണ്. ലേസ് കുറച്ചൊന്ന് പുറത്ത് കാണുന്ന രീതിയിൽ വേണേൽ വെക്കാൻ. ഇതാ ബ്ലാക്ക് കണ്ട, കുറച്ചൊന്ന് പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് വിടത്തിൽ ഞാനിതാ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ വെച്ചാൽ കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ട്, അപ്പോൾ പകുതി മുക്കാഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ചിലവൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് ബട്ടൺ പ്രസ് ചെയ്യലേ ചെയ്യേണ്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ഇത് നോക്കിയേ, ഒരു 1/2 ഇഞ്ച് വിടത്തിൽ, ഇപ്പോൾ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാൻ വെക്കുന്നത്. 1/2 ഇഞ്ചും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/4 ഇഞ്ച് വിടത്തിൽ സ്റ്റിച്ച് ചെയ്ത്, എന്നിട്ട് പിന്നെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 1/2 ഇഞ്ച് ഇതിൽ സ്റ്റിച്ച് ചെയ്ത്, എന്നിട്ട് നോക്കിയേ ഈ ലേസിന് ഇപ്പുറത്തേക്ക് മറിച്ചിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഈ തറ്റ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഈ തയ്യൽ തുമ്പ് കാണിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മടക്കുന്ന നേരം പുറത്തേക്ക് തയ്യൽ തുമ്പ് കാണും. അതുകൊണ്ടാണ് ലേസ് കുറച്ച് കൂട്ടിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഭയങ്കര നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണാൻ തന്നെ. അപ്പോൾ എലാസ്റ്റിക് എനിക്കിപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് വെക്കുന്നതിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു നല്ലൊരു പാകിസ്ഥാൻ ടൈപ്പ് ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതാ ഇനിയിപ്പോൾ എലാസ്റ്റിക് ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 ഫിംഗർ ലൂസിൽ ഒരു തയ്യൽ തുമ്പും വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ഇത് എലാസ്റ്റിക് ഇടുന്നതെല്ലാം നിങ്ങൾക്കറിയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കുത്തുക, എന്നിട്ട് ബാക്കിൽ മുട്ട് സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്യാപ്പിലെന്ന് വെച്ചാൽ ലേസിൻ്റെ ഗ്യാപ്പല്ലേ, അവിടെ ഇപ്പോൾ 2 ഗ്യാപ്പ് വരും, ലേസിൻ്റെ ഇതും വരും അതിൻ്റെ അടിയിലും വരും. അപ്പോൾ ലേസിൻ്റെ അല്ലാതെ അടിയിലുള്ള ആ ഗ്യാപ്പിലോട്ട് വേണേൽ സ്റ്റിച്ച് എന്നറിയാൻ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് എലാസ്റ്റിക്കും കൂടി ഇട്ട് 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ഇതാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതാ നോക്കിയേ, ഇനി ഇതിൻ്റെ 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എലാസ്റ്റിക് നമ്മൾ ഇട്ടതല്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നതിനാണ് എലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് പോയി പോകില്ലല്ലോ എലാസ്റ്റിക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനിയും നിങ്ങൾ എല്ലാവർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങളുടെ എന്തായിക്കോട്ടെ, നിങ്ങളുടെ കമൻറ്റ് എന്തായാലും പ്രശ്നമൊന്നുമില്ല. എല്ലാവരും അവരവരെ കമൻറ്റ്സ് എല്ലാവരും അയക്കുക, ഒന്നിനൊരു മടി കാണിക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് തന്നെ അയച്ചോളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ അയച്ചോളൂ. എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എൻ്റെ എല്ലാ സ്ലീവ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.